എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക. ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലെ രാത്രി കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. വളരെ ദൂരെയായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കപ്പൽ എണ്ണ അടിക്കുന്ന കാഴ്ച. നേരെ അപ്പുറം കാണുന്നത് പുതുവൈപ്പാണ്. പുതുവൈപ്പിൽ ആ പമ്പിൽ കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അവിടെ നിന്നാണ് ഇന്ധനം നിറച്ച് പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് പുതുവൈപ്പ്. അവിടെയാണിപ്പോൾ കപ്പൽ ഉള്ളത്. ഈ കാണുന്നതാണ് കപ്പൽ. ഇന്ധനം നിറക്കുകയാണ് ഇപ്പോൾ. അറബിക്കടലിൻ്റെ റാണി. കടല് ശോഭിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. തിരമാലകൾ വളരെ കൂടുതലാണ്. വളരെ ഏറെ അപകടം നിറഞ്ഞിരിക്കുന്നൊരു സമയം കൂടിയാണിപ്പോൾ. ഇവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കുളിക്കാൻ ഇറങ്ങാൻ പാടില്ല. ഈ സമയം ഒരുപാട് അപകടം നിറഞ്ഞൊരു സമയം കൂടിയാണ്. ഇപ്പോൾ വിദേശികളുടെ എണ്ണം ഒക്കെ കുറഞ്ഞിരിക്കുന്നു. അവരുടെ വരവ് കുറഞ്ഞിരിക്കുന്നു. കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടായിരിക്കാം. രാത്രി കാഴ്ച അതിമനോഹരമാണ്. നിരവധി സ്വദേശികളൊക്കെ ദിനം പ്രതി സന്ദർശിക്കുന്ന ഒരു ബീച്ചാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി കപ്പലുകൾ, അതുപോലെ തന്നെ ബോട്ടുകൾ, മത്സ്യബന്ധനം നടത്തുന്ന വഞ്ചികൾ, അങ്ങനെ നിരവധി കാഴ്ചകൾ കാണാൻ സാധിക്കും. അത് നമുക്ക് തൊട്ടടുത്ത് തന്നെ നിന്ന് കാണുവാൻ സാധിക്കും. അത് വരുന്നത്, പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രാധാന്യമുള്ള ഒരു ബീച്ചാണ്. അതുപോലെ കാണാത്ത നിരവധി കാഴ്ചകൾ, നിരവധി വ്യത്യസ്തമാർന്ന രീതിയിലുള്ള കലകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ബീച്ചിൽ നമുക്ക് വന്നാൽ കാണാൻ സാധിക്കും.
നിരവധി വ്യത്യസ്തമാർന്ന രുചികളുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ അതീവ പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. വാസ്കോ ഡി ഗാമ ചർച്ച്, അങ്ങനെ നിരവധി പുരാവസ്തു ഗവേഷണ കേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരവധി വിദേശികൾ ദിനംപ്രതി ഇവിടെ സന്ദർശനം നടത്തുന്നത്. ചെറിയ ഒരു വഞ്ചി ഇപ്പോൾ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന വഞ്ചിയാണ്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക.